ഹായ് ഫ്രണ്ട്സ്, നമ്മൾ പശുക്കിടാക്കളെ വളർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഏകദേശം ഒരു 10-15 ദിവസമായ ഡാവാട്ടോ. ഞാൻ ഒരു റീൽസിൻ്റെ അകത്ത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ഡാവിനെ വളർത്തിക്കൊണ്ട് വരുന്നതിൻ്റെ ഒരു ചിലവും കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളൊരു 3 മാസം ഒരു ഡാവിനെ വളർത്തി, ആ ഡാവിനെ വിൽക്കുന്ന സമയമാകുമ്പോൾ നമ്മൾ ആൾക്കാരോട് പറയുക ഇന്ന റേറ്റ് എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ടെൻഷൻ. നിങ്ങൾ പറ, എന്ത് റേറ്റിന് നിങ്ങളൊരു ഡാവിനെ വിൽക്കും? ഒരു പശുക്കിടാവിന് എന്നാ റേറ്റിന് കൊടുക്കും? ഇപ്പം ഞാൻ പശുക്കിടാവിനെ കൊടുക്കാറില്ല. ഞാൻ ഓൾറെഡി പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കിടാക്കളെ തന്നെയാണ് ഞാൻ ഇവിടെ വളർത്തിക്കൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനുള്ള എക്സ്പെൻസും കാര്യങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറ, നിങ്ങൾ എന്നാ റേറ്റിന് ഒരു പശുക്കിടാവിനെ കൊടുക്കും? എങ്ങനെ നമുക്കൊരു പശുക്കിടാവിനെ വിൽക്കാൻ പറ്റും? അല്ലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച്, എന്തുകൊണ്ടാണ് പശുക്കിടാക്കളെ നമ്മൾ വളർത്തിക്കൊണ്ട് വരാത്തത്? നമ്മൾ നല്ല പശുക്കിടാക്കളെ വളർത്തുന്നില്ല, അതിനെ വളർത്തിക്കൊണ്ട് വരുന്നില്ല, നമ്മൾ കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുന്നു, അതിനെ കട്ട് ചെയ്യാനും ഒക്കെ കശാപ്പുകാർ കൊണ്ടുപോകുന്നു. ആ അവസ്ഥ വന്നു. ലാസ്റ്റ് നമുക്ക് സർക്കാർ സബ്സിഡിയും കാര്യങ്ങളൊക്കെ തരുന്നു. എന്തിന്? പശുക്കളെ മേടിച്ചുകൊണ്ട് പോവാം, തമിഴ്നാട്ടിൽ പോയി മേടിച്ചുകൊണ്ട് വരാൻ. നമ്മളിവിടെ നമ്മുടെ കിടാക്കളെ നമ്മൾ വിറ്റിട്ട് നമ്മൾ ലാസ്റ്റ് തമിഴ്നാട്ടിൽ പോയി മേടിച്ചുകൊണ്ട് വരിക. പശുക്കളെ ഇല്ലാഞ്ഞിട്ട്, നല്ല പശുക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയിട്ട് കച്ചവടക്കാരുടെ നിന്ന് 1,75,000 80,000 ഒക്കെ മുടക്കി നമ്മൾ പശുവിനെ മേടിച്ചുകൊണ്ട് വരുന്നു. ആ പശുക്കൾ എന്നിട്ട് നമുക്ക് നല്ല റിസൾട്ട് വരുമോ? ഇവിടെ മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോൾ പല കർഷകർക്കും അത് പരാജയമായി പോകുന്നു. തൈലേറിയ അതുപോലെയുള്ള രോഗങ്ങൾ വരുന്നു, പശുക്കൾ കാൽസ്യക്കുറവ് കാര്യങ്ങളൊക്കെ വരുന്നു. പിന്നെ 4 പെറ്റ പശുക്കളെ 1 പെറ്റിട്ടുള്ളൂ 2 പെറ്റിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പാവപ്പെട്ട കർഷകരെ പറ്റിക്കും. ഇതാണല്ലോ സാധാരണ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രതിവിധി തന്നെ നമ്മൾ കിടാക്കളെ വളർത്തിക്കൊണ്ട് വരാം. ഈ കിടാക്കളെ വളർത്തിക്കൊണ്ട് വരാത്തതിന് കാരണം എന്താ? ഇതിനെ വളർത്തിക്കൊണ്ട് വരുന്നതിനുള്ള ചിലവും കാര്യങ്ങൾ. ഇപ്പം ഞാൻ എൻ്റെ ഒരു ഡാവിനെ വളർത്തുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യത്തെ ഒരു മാസം നമ്മൾ രാവിലെ ഒരു 2 ലിറ്റർ പാല് കൊടുക്കും, വൈകുന്നേരം ഒരു 2 ലിറ്റർ പാല് കൊടുക്കും. 2 ലിറ്ററിലായാലും മേലും കൊടുക്കും. ഇപ്പോൾ ഞാനൊരു കോമൺ ആയിട്ടൊരു എക്സാമ്പിളായിട്ട് പറയാം, 2 ലിറ്റർ പാല് കൊടുക്കുമെന്ന് വെച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസം വരുന്ന ചിലവ് എന്താ? രാവിലെ 2 ലിറ്റർ, വൈകുന്നേരം 2 ലിറ്റർ. നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് 54 രൂപ കൂട്ടണ്ട, 50 രൂപ കൂട്ടിയാൽ മതി. നമുക്ക് ഏകദേശം ഒരു ദിവസം 200 രൂപ ചിലവ് വന്നില്ലേ? അങ്ങനെ ആകുമ്പോൾ ഒരു മാസം എത്ര രൂപ ചിലവ് വന്നു? നമുക്ക് ഏകദേശം 6000 രൂപ ഈ പശുവിനെ ഡാവിനെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ ഒരു മാസം നമുക്ക് ചിലവാണ്. ഏകദേശം 2 മാസം നമ്മൾ ആ രീതിയിൽ തന്നെ നമ്മൾ പാല് കൊടുക്കണം. 3ാമത്തെ മാസം നമുക്ക് ഏകദേശം 1 ലിറ്റർ പാല് കൊടുത്താലും മതി. 3 മാസം കമ്പൽസറി നമ്മൾ പാല് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഡാക്കൾ നല്ല രീതിയിൽ വലുതാകത്തില്ല. നമ്മൾ സർക്കാർ വരുന്ന കാലിത്തീറ്റ, ഡാക്കളുടെ കാലിത്തീറ്റയൊക്കെ നമുക്ക് 3 മാസത്തിന് ശേഷം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 3 മാസം കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പാല് കൊടുത്ത് തന്നെ വളർത്തണം. അപ്പോൾ ഈ 3 മാസത്തെ എക്സ്പെൻസും നമ്മൾ ആലോചിച്ച് നോക്കി. ആദ്യത്തെ മാസം ഇതുപോലെ തന്നെ നമുക്ക് 6000 രൂപ ചിലവ് വന്നു. 2 ലിറ്റർ പാല് 2 നേരം കൊടുക്കുമ്പോൾ 4 ലിറ്റർ പാല് ഒരു ദിവസം. ഇതേപോലെ തന്നെ 2ാമത്തെ മാസം കൊടുത്തു. 2ാമത്തെ മാസവും നമുക്ക് ഇതുപോലെ തന്നെ എക്സ്പെൻസ് വന്നു. 3ാമത്തെ മാസം നമുക്ക് 1 ലിറ്റർ കൊടുത്താൽ മതി. എന്നാലും 1 ലിറ്റർ വെച്ച് കൊടുക്കുമ്പോൾ 2 നേരം 2 ലിറ്റർ പാലായി. അങ്ങനെ നോക്കുമ്പോഴും നമുക്ക് 3000 രൂപ 3ാമത്തെ മാസം ചിലവാണ്. അപ്പോൾ ആദ്യത്തെ മാസം 6000, 2ാമത്തെ മാസം 6000, 3ാമത്തെ മാസം 3000. അപ്പോൾ നമ്മുടെ എക്സ്പെൻസ് ഒന്ന് ആലോചിച്ച് 15000 രൂപ നമുക്ക് ഒരു ഡാവിനെ 3 മാസം വളർത്തുന്നതിന് നമുക്ക് ചിലവ് വന്നു. ആരെങ്കിലും ഇത് ചിന്തിക്കാറുണ്ടോ? ആരും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാറില്ല. നമ്മൾ നേരിട്ട്, ഞാനിപ്പോൾ ബോട്ടിലിനകത്ത് കൊടുക്കുന്ന കാരണം ഇത് കൃത്യമായിട്ട് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. പശുവിൻ്റെ അകടിയിൽ നിന്ന് നേരിട്ട് കുടിക്കുന്ന ഡാക്കളാവുന്നുണ്ടെങ്കിൽ നമ്മൾ കർഷകരാരും ഇത് നോട്ട് ചെയ്യുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത്ര എക്സ്പെൻസ് നമുക്ക് വരുന്നുണ്ട് നല്ല രീതിയിൽ ഡാവിനെ വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ. ഇതിന് ശേഷം നമ്മൾ ഈ 3ാമത്തെ മാസം നമ്മൾ ഈ ഡാവിന് കൊടുക്കാൻ നേരത്തെ നമുക്ക് 15000 രൂപ ചിലവ് വന്നു. നമ്മളിത് എന്നാ റേറ്റിന് കൊടുക്കും? 3 മാസമായ ഡാവിന് അധികം മുഴുപ്പൊന്നും കാണിയാലും നിങ്ങൾക്ക് അറിയാമല്ലോ. ആ ഡാവിന് നമ്മൾ 15000 രൂപ നമുക്ക് ചിലവ് വന്നു. നമുക്കൊരു 1000 രൂപ പ്രോഫിറ്റ് വേണ്ടേ? നമ്മളൊരു 16000 രൂപ ചോദിച്ചാലോ ആരെങ്കിലും തരുമോ? അപ്പം ഇതെന്നാ ആൾക്കാർ വന്നിട്ട് പറയുന്ന റേറ്റ് തന്നെ 6000 രൂപ 7000 രൂപയ്ക്ക് താ. 3 മാസമല്ലേ ഉള്ളൂ, 6000 രൂപയ്ക്ക് താന്ന് പറയും. നമ്മൾ 6000 രൂപയ്ക്ക് എങ്ങനെ ഇതിന് വിൽക്കും? അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിസന്ധിയാണ് കർഷകർക്ക് ഉണ്ടാകുന്ന മെയിൻ പ്രശ്നം. അപ്പോൾ ഇത്രയും ചിലവും കാര്യങ്ങളും ഒരു ഡാവിനെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആൾക്കാർ ഡാവിനെ വളർത്താതെ, നമുക്കറിയാവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഒരു മാസം ആകണ്ട, അതിന് മുമ്പേ തന്നെ ഒരു 10-15 ദിവസം ആകുമ്പോൾ കട്ടിങ്ങുകാർക്ക് പിടിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഒരു മാസം വളർത്തിക്കൊണ്ട് വന്നിട്ട് ഡാവില്ലാത്ത ആൾക്കാർക്ക് വിൽക്കുന്നവരുണ്ട്. അങ്ങനെ പല കർഷകരും അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാൻ എൻ്റെ ഡാവിനൊന്നും വിൽക്കാറില്ല, ഞാൻ വളർത്തിക്കൊണ്ട് വരിക ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധിയൊക്കെ കാരണമാണ് നമുക്ക് നല്ല പശുക്കളെ, നല്ല പ്രത്യുൽപാദന ശേഷിയുള്ള നല്ല പശുക്കളെ നമുക്കിവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തതിന് കാരണം നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ സാഹചര്യത്തിൽ ഇത്രയും എക്സ്പെൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിന് നമ്മുടെ സർക്കാർ ലെവലിലൊക്കെ അതിന് വേണ്ട സബ്സിഡിയും കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ വേണ്ടത്. ഈ 3 മാസം നമ്മൾ ഇതിനെ വളർത്തി, അല്ലെങ്കിൽ 6 മാസം ഇതിനെ വളർത്തി കൊണ്ടുവരുമ്പോൾ കർഷകർക്കുണ്ടാകുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവരെ ഒന്ന് സഹായിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കർഷകരും ഡാക്കളെ നല്ല രീതിയിൽ പാല് കൊടുത്ത് വളർത്തും. നമ്മളിതുപോലെ
പശുക്കളെ എടുക്കാൻ വേണ്ടി തമിഴ്നാട്ടിലോട്ട് ഓടേണ്ട കാര്യമില്ല. തമിഴ്നാട്ടിലോട്ട് എന്തിനാ പശുക്കൾ? എല്ലാ വർഷവും സർക്കാരിൻ്റെ സ്കീം ഉണ്ടല്ലോ തമിഴ്നാട്ടിൽ പോയിട്ട് പശുക്കളെ എടുക്കാൻ. ഈ എന്തുകൊണ്ടാണ് നമ്മൾ പശുക്കളെ തമിഴ്നാട്ടിൽ പോയി എടുക്കാൻ പറയുന്നത്? ഇവിടെ പശുക്കൾ കുറവായതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു സ്കീം തന്നെ വെച്ചേക്കണത്. അപ്പോൾ ആ സ്കീമേ നമുക്ക് ഒഴിവാക്കിയിട്ട് വേറെ എത്രയോ നല്ല സ്കീമുകൾ നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ പറ്റും. ഈ പശുവിനെ മേടിക്കുന്ന സ്കീം മാറ്റി വെച്ചിട്ട് അവർക്ക് കാലിത്തീറ്റ ആയിട്ടും ഡാക്കളുടെ തീറ്റയായിട്ടും അങ്ങനെ പാലിന് ഇൻസെൻറ്റീവായിട്ടും സബ്സിഡി, അങ്ങനെ പല സബ്സിഡികളും നമുക്ക് കർഷകർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ പശുക്കളെ മേടിക്കുന്ന ഈ ഫണ്ട് മാറ്റി വെക്കാൻ പറ്റണമെങ്കിൽ എന്താ, നമ്മളിവിടെ ഡാക്കളെ വളർത്തിക്കൊണ്ട് വരണം. ആ ഡാക്കളെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കർഷകർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല പശുക്കളെ കിട്ടും. നമ്മൾ തമിഴ്നാട്ടിൽ പോയിട്ട് അവിടെ പറ്റിക്കപ്പെടാൻ വേണ്ടി ആരും നിന്നു കൊടുക്കേണ്ട കാര്യവുമില്ല. ഓക്കെ.